നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 ഏപ്രിൽ മാസം 25-ാം തീയതി ശനിയാഴ്ച. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: സംസ്ഥാനത്ത് കടുത്ത ഉഷ്ണതരംഗവും ഉയർന്ന താപനിലയും തുടരുന്നതിനിടെ ആശ്വാസമായി വേനൽ മഴ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രവചനം. ഏപ്രിൽ 28 മുതൽ എല്ലാ ജില്ലകളിലും ഇടിമിന്നലോട് കൂടിയ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ തന്നെ വരും ദിവസങ്ങളിൽ താപനിലയിൽ കുറവുണ്ടാകും. മെയ് ആദ്യവാരത്തോടെ മഴ കൂടുതൽ സജീവമാകുമെന്നും സൂചനയുണ്ട്. നിലവിൽ പാലക്കാട്, തൃശ്ശൂർ ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. മറ്റു ജില്ലകളിലും ഉയർന്ന ചൂടും അന്തരീക്ഷ ആർദ്രതയും കാരണം അത്യുഷ്ണ സാഹചര്യമൊക്കെ തന്നെ തുടരുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും അതീവ ജാഗ്രത പാലിക്കണമെന്നും സുരക്ഷാ മുൻകരുതലുകളൊക്കെ തന്നെ കർശനമായിട്ട് പിന്തുടരണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. തുടർച്ചയായിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് സൂര്യതാപം, ത്വക്ക് രോഗങ്ങൾ, നേത്രരോഗങ്ങൾ എന്നിവയ്ക്ക് കാരണമായേക്കാം. അതിനാൽ തന്നെ അൾട്രാവയലറ്റ് രശ്മികളുടെയൊക്കെ തന്നെ സ്വാധീനം കൂടുതലുള്ള പകൽ സമയം 10 മണി മുതൽ 3 മണി വരെ നേരിട്ട് വെയിലേൽക്കുന്നത് പരമാവധി ഒഴിവാക്കുക. പൊതുജനങ്ങൾ ആവശ്യമായിട്ടുള്ള സുരക്ഷാ മുൻകരുതലുകളൊക്കെ തന്നെ സ്വീകരിക്കേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: കേരളത്തിൽ നിലവിൽ 5 ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം നൽകുന്ന കാരുണ്യ സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നിലവിലുണ്ടെങ്കിലും പരിമിതമായ ആളുകൾക്ക് മാത്രമേ ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നുള്ളൂ. ഇതാണ് വസ്തുത. എന്നാൽ പദ്ധതിയിൽ ഉൾപ്പെടാത്തവർക്കും കാരുണ്യ ബെനവലൻ്റ് ഫണ്ട് വഴി 2 ലക്ഷം രൂപ വരെയും വൃക്കരോഗികൾക്ക് 3 ലക്ഷം രൂപ വരെയും ധനസഹായം ലഭിക്കുമെന്ന കാര്യം പലർക്കും അറിയില്ല. വാർഷിക വരുമാനം 3 ലക്ഷം രൂപയിൽ താഴെയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലോ കാസ്പ് കാർഡിലോ ഉൾപ്പെടാത്ത കുടുംബങ്ങൾക്കാണ് ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നത്. അപ്രതീക്ഷിതമായിട്ടുള്ള രോഗങ്ങളും അപകടങ്ങളും ഒരു സാധാരണ കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രത തകർക്കുന്ന ഈ സാഹചര്യത്തിൽ ചികിത്സാ ധനസഹായ പദ്ധതികൾ വിപുലീകരിക്കുക എന്നത് വലിയൊരു ആവശ്യമാണ്. നിലവിലെ ഈ പരിമിതികൾ പരിഹരിക്കാനായിട്ടാണ് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള വാഗ്ദാനങ്ങളാണ് ഇരു മുന്നണികളും മുന്നോട്ട് വെച്ചത്. UDF അധികാരത്തിൽ വരികയാണെങ്കിൽ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലൂടെ ഒരു കുടുംബത്തിന് വർഷത്തിൽ 25 ലക്ഷം രൂപയുടെ ചികിത്സാ കവറേജ് ഉറപ്പു നൽകുന്നു. UDF പ്രഖ്യാപിച്ച 5 ഇന്ദിരാ ഗ്യാരണ്ടികളിൽ പ്രധാനപ്പെട്ട ഒന്നായ ഈ പദ്ധതിയുടെ പ്രത്യേകത പുതിയ ആളുകൾക്കും ഇതിൽ എളുപ്പത്തിൽ ചേരാം എന്നുള്ളതാണ്. ആദ്യ ബജറ്റിൽ തന്നെ ഇത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടാകുമെന്നും കരുതപ്പെടുന്നു. അതേസമയം LDF അധികാരത്തിൽ വരികയാണെങ്കിൽ നിലവിലുള്ള 5 ലക്ഷം രൂപ എന്ന പരിധി അത് പൂർണ്ണമായും ഒഴിവാക്കി പരിധിയില്ലാത്ത ആരോഗ്യ സുരക്ഷാ പദ്ധതി നടപ്പിലാക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ചുരുക്കത്തിൽ അടുത്ത മാസം, അത് 4-ാം തീയതി പുറത്തു വരുന്ന തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് വഴിതെളിക്കുമെന്ന് ഉറപ്പാണ്. അതിപ്പോൾ ഏത് മുന്നണി അധികാരത്തിൽ വന്നാലും സാധാരണക്കാർക്ക് ലഭിക്കുന്ന ചികിത്സാ സഹായങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള വർധനവ് ഉണ്ടാകുമെന്ന സൂചനകൾ ആശ്വാസകരമാണ്. നിലവിൽ കാരുണ്യ ലോട്ടറിയിലൂടെ ഉമ്മൻചാണ്ടി തുടക്കം കുറിച്ച ചികിത്സാ സഹായ പദ്ധതികൾ കൂടുതൽ വിപുലമായിട്ടുള്ള രീതികളിലേക്ക് ഇപ്പോൾ ജനങ്ങളിലേക്ക് എത്താനായിട്ട് ഈ പുതിയ വാഗ്ദാനങ്ങൾ സഹായിക്കും. ചികിത്സാ ചെലവുകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന സാധാരണക്കാർക്ക് ഈ മാറ്റങ്ങൾ വലിയൊരു ആശ്വാസമായിട്ട് മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: ഡിജിറ്റൽ ഇടപാടുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ ഒരുങ്ങുകയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. 10,000 രൂപയ്ക്ക് മുകളിലുള്ള ഇടപാടുകൾ പൂർത്തിയാകാൻ ഇനി 1 മണിക്കൂർ കാത്തിരിക്കേണ്ടി വരും. ഗൂഗിൾ പേ, ഫോൺ പേ, Paytm തുടങ്ങിയ UPI ആപ്പുകൾ വഴി പണം അയച്ചാൽ അത് സ്വീകർത്താവിന് ലഭിക്കാൻ 1 മണിക്കൂർ സമയമെടുക്കും. കഴിഞ്ഞ വർഷം മാത്രം 28 ലക്ഷത്തോളം തട്ടിപ്പ് കേസുകളിലായിട്ട് ഏകദേശം 22,931 കോടിയോളം രൂപ നഷ്ടപ്പെട്ടതായിട്ട് നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിലെ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. വ്യാജ കോൾ സെൻ്ററുകൾ, അതോടൊപ്പം തന്നെ ഡീപ്പ് ഫേക്ക് തുടങ്ങിയ നൂതന വിദ്യകളൊക്കെ തന്നെ ഉപയോഗിച്ച് തട്ടിപ്പുകാർ ജനങ്ങളെ ചതിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ ഒരു കൂളിംഗ് ഓഫ് പീരീഡ് സംവിധാനം RBI ആലോചിക്കുന്നത്. തട്ടിപ്പുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ട് പണം അടച്ചാൽ പോലും അത് പൂർണ്ണമായും നഷ്ടപ്പെടാതിരിക്കാൻ ഗോൾഡൻ അവർ എന്നറിയപ്പെടുന്ന ഈ ആദ്യ മണിക്കൂർ ഉപഭോക്താവിന് നിർണായകമാണ്. ഈ സമയപരിധിക്കുള്ളിൽ പണം അയക്കുന്ന ആളുടെ അക്കൗണ്ടിൽ നിന്ന് തുക കുറയുമെങ്കിലും സംശയാസ്പദമായിട്ടുള്ള ഇടപാടാണെന്ന് തോന്നിയാൽ അത് റദ്ദാക്കാനുള്ള സൗകര്യവും ഉണ്ടായിരിക്കുന്നതാണ്. ഇടപാട് അസാധാരണമാണെന്ന് ബാങ്കിന് തോന്നിയാൽ ഉപഭോക്താവിന് മുന്നറിയിപ്പ് നൽകാനും വീണ്ടും സ്ഥിരീകരണം തേടാനും ഈ ഒരു കാലതാമസം ബാങ്കുകളെയും സഹായിക്കുന്നതാണ്.
അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ പദ്ധതിയുടെ 1000 രൂപ വിതരണത്തിനായിട്ട് കാത്തിരിക്കുകയാണ് എല്ലാ ഗുണഭോക്താക്കളും. വിഷുവിന് മുൻപായിട്ട് മറ്റ് ക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യങ്ങളൊക്കെ തന്നെ പൂർണ്ണമായി വിതരണം ചെയ്തെങ്കിലും സ്ത്രീ സുരക്ഷാ പെൻഷൻ്റെ വിതരണം ഉണ്ടായില്ല. ഏകദേശം 1 ലക്ഷത്തോളം പുതിയ അപേക്ഷകൾ നിലവിലിപ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഉള്ളതിനാൽ തന്നെ പുതുതായിട്ട് അപേക്ഷ സമർപ്പിച്ചവർക്ക് ഈ മാസത്തെ വിതരണത്തിൽ തുക ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. എന്നാൽ നേരത്തെ മുതൽ ഈ പെൻഷൻ ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരുന്നവർക്ക് തടസ്സങ്ങളില്ലാതെ തന്നെ തുക ഈ മാസം ലഭ്യമാകുന്നതാണ്. ഫെബ്രുവരിയിൽ തുക ലഭിക്കുകയും മാർച്ചിൽ ലഭിക്കാതിരിക്കുകയും ചെയ്തവർക്ക് ഏപ്രിൽ മാസത്തിൽ അത് കുടിശ്ശികയടക്കം 2000 രൂപ ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സാധാരണ ക്ഷേമ പെൻഷൻ വിതരണ സമയമായിട്ടുള്ള 25-ാം തീയതിയോടെയൊക്കെ തന്നെ ഈ സ്ത്രീ സുരക്ഷാ പെൻഷൻ്റെ വിതരണം തുക അക്കൗണ്ടുകളിലേക്ക് എത്തുമെന്നാണ് നിലവിൽ ഇപ്പോൾ ലഭിക്കുന്ന സൂചന. അതേസമയം സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ ഈ മാസം വിതരണം ഉണ്ടാകില്ലെന്നും അടുത്ത മാസം 25-ാം തീയതിക്ക് ശേഷം മാത്രമേ ഇതിൻ്റെ വിതരണം പ്രതീക്ഷിക്കേണ്ടതുള്ളൂ എന്നുമാണ് ഇപ്പോൾ ലഭിക്കുന്ന അറിയിപ്പ്. ഭരണമാറ്റം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ പുതിയ സർക്കാർ അധികാരമേറ്റ ശേഷമായിരിക്കും വിതരണം ഉണ്ടാവുകയെങ്കിലും അടുത്ത മാസത്തെ പെൻഷൻ നൽകുന്നതിനുള്ള മുൻകൂട്ടി ഉത്തരവ് അത് സംസ്ഥാന സർക്കാർ ഇപ്പോൾ തന്നെ നേരത്തെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അറിയിപ്പ് പ്രകാരം ഏപ്രിൽ മെയ് മാസങ്ങളിലെ റേഷൻ ആനുകൂല്യങ്ങളുടെ വിതരണം സംസ്ഥാനത്ത് ഇപ്പോൾ ഒരുമിച്ച് നടന്നു വരികയാണ്. ഏപ്രിൽ 4-ാം തീയതി മുതൽ ആരംഭിച്ച ഈ വിതരണത്തിലൂടെ ഗുണഭോക്താക്കൾക്ക് 2 മാസത്തെയും റേഷൻ വിഹിതം ഒരേ സമയം കൈപ്പറ്റാവുന്നതാണ്. എന്നാൽ 2 മാസത്തെ റേഷൻ ഒരുമിച്ച് വാങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നവർ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം ഏപ്രിൽ 30-ഓടെ അവസാനിക്കും. അതിനാൽ തന്നെ ഏപ്രിൽ മാസത്തെയും മെയ് മാസത്തിലെയും ഒക്കെ തന്നെ റേഷൻ അത് ഒരുമിച്ച് വാങ്ങാൻ ഇരിക്കുന്നവർ ഏപ്രിൽ 30-ന് മുൻപായിട്ട് തന്നെ അത് വാങ്ങാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഏപ്രിൽ 30 കഴിഞ്ഞാൽ ഏപ്രിൽ മാസത്തെ വിഹിതം ലഭിക്കില്ലെങ്കിലും മെയ് മാസത്തെ റേഷൻ അത് മെയ് 30 വരെ തുടർന്നും വാങ്ങാവുന്നതാണ്. കൂടാതെ ഏപ്രിൽ മാസത്തിൽ തന്നെ മെയ് മാസത്തെ റേഷൻ വിഹിതം കൂടി വാങ്ങിയവർക്ക് പിന്നീട് മെയ് മാസത്തിൽ റേഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കില്ല എന്നുള്ള കാര്യവും ഇവിടെ പ്രത്യേകം ഓർക്കേണ്ടതാണ്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തി. വെള്ളിയാഴ്ച ഏപ്രിൽ 24-ാം തീയതി 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 130 രൂപ കുറഞ്ഞ് 14,020 രൂപയും പവന് 1,040 രൂപ കുറഞ്ഞ് 1,12,160 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ നൽകുന്ന കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.